നിന്ന് അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിനെതിരെ നിർണായക കണ്ടെത്തലുകളുള്ള റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ്. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തി. 2019 ഫെബ്രുവരിയിൽ ബോർഡിന് മുന്നിൽ പത്മകുമാർ ഈ വിഷയം അവതരിപ്പിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി തുടങ്ങിയതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെതിരെ പത്മകുമാറിന്റെ മൊഴിയിൽ പരാമർശമുണ്ടെന്നത് കഥകൾ മാത്രമാണെന്ന് അന്വേഷണ സംഘം വിശദീകരിക്കുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇങ്ങനൊരു ഗൂഢാലോചന എവിടെ തുടങ്ങി എന്നതാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇങ്ങനെ ഇളക്കി കൊണ്ടുപോകാമെന്നും അത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണെന്ന് എഴുതി വെച്ചാൽ ആരും ശ്രദ്ധിക്കില്ലെന്നും ഇതാരാണ് തുടങ്ങി വെച്ചത്, അതിലേക്ക് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ വെളിച്ചം വീശുന്നുണ്ടോ? ഒപ്പം ഈ കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന രീതിയിൽ ഒരു വ്യാജകഥയാണെന്ന് അന്വേഷണ സംഘം പറയുന്ന സാഹചര്യം എന്താണ്? അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഗൂഢാലോചന നടന്നിരിക്കുന്നത് പത്മകുമാറിൻ്റെ അറിവോടെയാണ്. 2019 ദേവസ്വം ബോർഡിനെ അധ്യക്ഷനായ പത്മകുമാറിൻ്റെ അറിവോടെ എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ എടുത്തു പറയുന്ന കാര്യം, പത്മകുമാറിൻ്റെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് എന്ന് SIT തന്നെ നേരത്തെ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഈ 2019 ഫെബ്രുവരി മാസത്തിൽ ഈ കട്ടളപ്പാളി അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്ന കാര്യം ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളോടാണ് പത്മകുമാർ സംസാരിച്ചത്. പക്ഷേ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആ കാര്യം എതിർത്തു. അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്, നിയമപരമായിട്ട് മാത്രമേ അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ എന്നൊരു നിലപാടിലേക്കാണ് അവർ എത്തിയത്. പക്ഷേ അത് എതിർപ്പായി മാറുമെന്ന് കണ്ട് പത്മകുമാർ പിന്നീട് ഉദ്യോഗസ്ഥ തല സഹായം തേടുകയായിരുന്നു. അങ്ങനെയാണ് സുധീഷ് കുമാറിനെയും എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും സമീപിക്കുന്ന അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് പത്മകുമാറിന്. അങ്ങനെയാണ് ഈ തട്ടിപ്പിന് അരങ്ങൊരുക്കിയത്. അവരുടെ കൂടി സഹായത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് പാളികൾ കൊടുത്തുവിട്ടത് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് പിന്നിലുള്ള വലിയൊരു ഗൂഢാലോചന ചുരുളഴിയുകയാണ്. അതിൻ്റെ ഭാഗമായി 2 പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലയിലേക്കാണ്. അതായത് വിശദമായി പത്മകുമാറിനെയും അതോടൊപ്പം തന്നെ നേരത്തെ അറസ്റ്റിലായി ഇപ്പോൾ കസ്റ്റഡിയിൽ തുടരുന്ന N വാസുവിനെയും, ഈ 2 പേരെയും കസ്റ്റഡിയിൽ ഒരുമിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ദുരൂഹതകളിൽ വ്യക്തത കൈവരികയുള്ളൂ എന്നൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘം. അതിനിടയിലാണ് 2019 ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന പത്മകുമാർ ഇരിക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉയരുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു. അത് നിഷേധിച്ചുകൊണ്ടാണ് SIT രംഗത്തെത്തുന്നത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ പ്രചരിക്കുന്നു, അതിന് തങ്ങൾ ഉത്തരവാദികളല്ല എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അന്വേഷണ വിവരങ്ങളും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകരുത് എന്ന ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ കഴിയില്ല എന്നുകൂടി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടയിൽ 3ാമത്തെ ഇടക്കാല റിപ്പോർട്ട് അടുത്ത ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ചേക്കുമെന്നാണ് അറിയുന്നത്. ആ റിപ്പോർട്ടിലാകും പത്മകുമാറിൽ നിന്ന് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളടക്കം മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കുക. തുടർന്ന് കോടതി നടത്തുന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിൻ്റെ സുപ്രധാനമായ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്, തിരുവനന്തപുരത്ത്.